വി.പി. സിംഗിന്റെ ഭരണകാലത്ത് കാവിക്കൊടിക്കാരെ അടിച്ചോടിച്ചു. പക്ഷേ നരസിംഹറാവുവിന് അത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ കോൺഗ്രസിന്റെ പങ്കിനെക്കുറിച്ച് 20 കൊല്ലം മുമ്പ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞത്. ആർക്കൈവ്സിലൂടെ കേൾക്കാം. ഈ ബി.ജെ.പിയെ പോലുള്ള ആറു പിന്തിരിപ്പൻ വലതുപക്ഷ ശക്തികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ കൈക്കൊണ്ടിട്ടുള്ള കോൺഗ്രസിന്റെ സമീപനം, അയോധ്യയിൽ ബാബരി മസ്ജിദിന്റെ സ്ഥലത്ത് ഹിന്ദു വർഗീയവാദികൾക്ക് ക്ഷേത്രത്തിൽ കടക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകി എന്ന് മാത്രമല്ല, 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദിനെ ഇന്നത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ലാൽകൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പിക്കാർ, ആർ.എസ്.എസുകാർ, ശിവസേനക്കാർ, ബൈരംഗ് ദൾക്കാരെല്ലാം കൂടെ 10,000 അവിടെ ഒത്തുകൂടി ആ പള്ളി തകർത്ത് നിലംപരിശാക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് നരസിംഹറാവുവായിരുന്നു. വി.പി. സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്തും ഇതേപോലെ തന്നെ ഈ കാവിക്കൊടിക്കാർ ആ പള്ളി തകർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മതേതരത്വത്തിന്റെ പൈതൃകമായ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പൈതൃകമായ ആ ബാബരി മസ്ജിദ് പള്ളി അന്തസ്സോടുകൂടി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വി.പി. സിംഗിന്റെ ഗവൺമെന്റ് അത് പരിരക്ഷിച്ചു എന്ന് മാത്രമല്ല, കാവിക്കൊടിക്കാരെ അവിടെ നാട്ടിച്ചോടിച്ചു. 1989 അത് കഴിയുമായിരുന്നെങ്കിൽ 92 ഡിസംബർ 6-ാം തീയതി എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അപ്പോൾ അത് തകർത്തോട്ടെ എന്ന് തന്നെയായിരുന്നു ഉള്ളിലെ വർഗീയതയുടെ, ഹൈന്ദവ വർഗീയതയുടെ ഭ്രാന്ത് ഉള്ളിൽ കയറിയ നരസിംഹറാവു എന്ന കോൺഗ്രസുകാരന്റെയും ചിന്ത അതായിരുന്നു എന്നുള്ളതിൽ വല്ല സംശയമുണ്ടോ?